സഖാക്കന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു നന്മയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയ സഖാവിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന്റെ പഠനത്തിനു വേണ്ടി കൈമാറുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായിട്ടുള്ള സഖാവിന്റെ ഒരു പ്രതികരണമുണ്ട്. എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അത് ഞാൻ വളരെ ഭംഗിപൂർവ്വം എന്റെ വരും തലമുറകൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ ഭർത്താവിന്റെ ശരീരം ഞാൻ നൽകുകയാണ്. അതിൽ ഏറെ അഭിമാനപ്പെടുന്നു. സ്വന്തം ഭർത്താവിന്റെ ആഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തി വരുംകാല തലമുറയുടെ ആരോഗ്യ പരിരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞ വാക്കുകളുണ്ട്. മഹിളാ അസോസിയേഷൻ നേതാവായ ബിന്ദു സുരേന്ദ്രന്റെ വാക്കുകൾ നാട് കേൾക്കണം. അതിനേക്കാൾ അടുത്തി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചു. അതിന്റെയൊക്കെ തന്നെ ഫലമായാണ് അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് പ്രാവർത്തികമാക്കുക എന്ന ഉത്തരവാദിത്വം സഖാവ് എന്നിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ എന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അത് ഞാൻ വളരെ ഭംഗിപൂർവ്വം എന്റെ വരും തലമുറകൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി എന്റെ ഭർത്താവിന്റെ ശരീരം ഞാൻ നൽകുകയാണ്. അതിൽ ഏറെ അഭിമാനപ്പെടുന്നു. ഇങ്ങനെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുള്ള എന്റെ ഡോക്ടേഴ്സിന് പിന്നിൽ അനാട്ടമി പിന്നിൽ ഹൃദയത്തിൽ ചേർന്ന നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അഭിപ്രായം. കോഴിക്കോട് ജില്ലയിലെ പുത്തൂർമഠം എന്ന പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെ തന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചേതനയറ്റ ശരീരം അത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് കൈമാറണമെന്ന ആഗ്രഹം സ്വന്തം പത്നിയോട് പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മഹിളാ അസോസിയേഷൻ നേതാവായ ബിന്ദു ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരെ ഈ ഭൗതികദേഹം കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചത്. അത് കൈമാറുന്ന സന്ദർഭത്തിൽ ഹൃദയം തകരുന്ന സങ്കടമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹം നാളുകളിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിനുതകുന്ന ഒരു നന്മ പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഒട്ടും മടിക്കാതെ അത് നിറവേറ്റി കൊടുക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ സഖാവ് ബിന്ദുവിന്റെ വാക്കുകൾ അത് ഉള്ളിൽ വേദന കോറിയിട്ടാണ് കടന്നു പോകുന്നത്. എന്നിരുന്നാലും ഒരു സഖാവിന് ഈ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അവർ നിറഞ്ഞ സങ്കടത്തിനിടയിലും പതറാതെ നിന്ന് ചെയ്തു തീർത്തു. ഇത്തരമൊരു കാഴ്ച കേരളത്തിൽ ഒരു സഖാവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്ന് നിങ്ങൾ കാണാറുണ്ട്. മതങ്ങളുടെയും ജാതിയുടെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി വൈദ്യ പഠനത്തിന് വിധേയനാകുകയാണ് ജീവിത അവസാനത്തിന് ശേഷം. അതിനാരുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സഖാക്കൾ മാത്രം. അതിന്റെ ഭാഗമായിട്ടാണ് സുരേന്ദ്രൻ എന്ന സഖാവും ജീവൻ വെടിഞ്ഞതിന് ശേഷം സ്വയം പഠനത്തിന് വിധേയനായത്. ഇത്തരം പ്രവൃത്തി ഈ നാട്ടിൽ ചെയ്തവരുടെ എണ്ണമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആരാണെന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ സഖാക്കളുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ ആ നന്മ പ്രവൃത്തിയുടെ വാർത്തകൾ കൊടുക്കാനോ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ ജീവൻ സമർപ്പിക്കുന്നത് പോലും ഈ നാട്ടിൽ വലിയ വാർത്തയല്ല. മതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരോടൊപ്പം തന്നെ സ്വർഗത്ത് പോകാൻ നാളുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിധേയരാകാനുള്ള മാനസികാവസ്ഥയില്ലാതെ സ്വർഗം പോകാൻ കാത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് സഖാക്കൾ ഇങ്ങനെയും ജനങ്ങൾക്കിടയിൽ നന്മയായി മാറുന്നത്.